നിങ്ങൾ ഏറ്റവും കൊള്ളുന്ന കുട്ടികളെക്കുറിച്ചാണ് പേടിയും ഭയം, അല്ലേ? വിലാപങ്ങളുടെ പുസ്തകം 2:18-19 പറയാണ്, സിയോൻ പുത്രി കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക, രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ, നീ വിശ്രമിക്കരുത്. കണ്ണുകൾക്ക് വിശ്രമം. അതെ, രാവും പകലും എന്താണ്? ജലപ്രവാഹം പോലെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകട്ടെ. അപ്പോൾ ഇതിൻ്റെ വചനം എന്താണെന്ന് വെച്ചാൽ, ഈ വചനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നീ ജോലിയുള്ളവനാണെങ്കിൽ 1 മാസം ലീവ് എടുത്ത് പ്രാർത്ഥിക്കണം, അല്ലേ? ആണോ? രാവും പകലും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നീ ജോലിക്ക് പോകാതെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഒരു എൻജിനീയർ, അയാൾക്ക് 7-8 ലക്ഷം രൂപ ഒരു മാസം ശമ്പളമുണ്ട്. ഭാര്യ ഹൈസ്കൂൾ ടീച്ചറാണ്, ഒരു 7-8. മകന് പരീക്ഷയ്ക്ക് അവൻ ബിടെക് പഠിക്കുന്ന സമയത്ത് പിള്ളേർ തോറ്റു എന്നല്ല പറയണത്, സപ്ലി ഉണ്ടെന്ന് പറഞ്ഞു. ഇവന് മൊത്തം 28 സപ്ലി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നും ജയിച്ചിട്ടില്ല. ഇവനെ കൊണ്ട് മാതാവും പിതാവും എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, ഇവൻ എന്ന് പരീക്ഷ ഉണ്ടോ ആ ദിവസങ്ങളെല്ലാം ലീവ് എടുത്ത് പോയി നിത്യാരാധനയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ നമ്മൾ പ്രാർത്ഥന ഒന്നും തുടങ്ങിയിട്ടില്ല, അല്ലേ? ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എന്ത് ചെയ്യണം? ലീവ് എടുത്ത് പോയി പ്രാർത്ഥിക്കുക. അതിന് മുമ്പേ തൊട്ട് പ്രാർത്ഥന തുടങ്ങിയിരിക്കണം. അവൻ 3-ാമത്തെ വർഷം കൊണ്ട് 3-ാമത്തെ വർഷത്തെ പേപ്പർ മാത്രമല്ല, ഈ 28 പേപ്പറും ഒറ്റ വർഷം കൊണ്ട് അവൻ എഴുതിയെടുത്തു. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി, മക്കളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരീക്ഷ ദിവസങ്ങളിൽ അവർ ലീവ് എടുത്ത് രാത്രിയും പകലും പ്രാർത്ഥിക്കാൻ തുടങ്ങി. മക്കൾ വിജയിച്ചു. മക്കൾ രക്ഷപ്പെടണമെങ്കിൽ, മക്കൾ വിശുദ്ധരാകണമെങ്കിൽ, മക്കൾ പരിശുദ്ധരായിട്ട് ജീവിക്കണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം.